ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ഞാൻ ആക്സിലിരുന്ന സമയത്ത് ഒരു തിരുവനന്തപുരംകാരനാണെന്ന് തോന്നുന്നു ഒരു സംസാരം കേട്ടിട്ട് അവരിങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് പെന്തക്കോസ്തുകാർ ആണ് ഏറ്റവും വലിയ വിഷങ്ങളെന്നും കന്യാസ്ത്രീമാരെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിനെ ബേസ് ചെയ്ത് അവൻ പറഞ്ഞതാണ്. ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അധിക്ഷേപിച്ചാണ് അവൻ സംസാരം. ഇത്രയും നാളും അവൻ മുസ്ലിങ്ങളുടെ പുറകെയായിരുന്നു. അവൻ ഭയങ്കര വർഗീയപക്ഷം അവൻ ഹിന്ദു സംഘടനയുടെ ഏതോ വലിയ നേതാവാണെന്നും പറഞ്ഞ് അവൻ നടക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് അവൻ ആരാ എന്തോന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനൊന്നും പറയുന്നത് ശരിയല്ല. കാരണം അവൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, അവൻ തിരുവനന്തപുരത്ത് എങ്ങാണ്ട് ഒരു വീട്ടിൽ ഇതുപോലെ അവർ സഹായം ചെയ്യാമെന്നൊക്കെ ചോദിച്ചു വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പം അവർക്കൊരു ഓട്ടോറിക്ഷ എങ്ങാണ്ട് എടുത്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നേരത്തെ എങ്ങാണ്ട് ബന്ധക്കോസുകാരായിരുന്നെന്നോ ബന്ധക്കോസുകാർ പാസ്റ്റർമാർ അവിടെ ചെന്ന് അവരെ മതം മാറ്റിയിട്ട് അവരിപ്പം അതിലൊന്നും പോവാതെ അവരൊന്നും തിരിച്ച് സഹായിക്കാതെ അവരിപ്പോൾ മേലാ കിടക്കുക, അവരിപ്പോൾ ബന്ധക്കോസിലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ സഹായിച്ചില്ല, അവർ തിരിച്ച് ഹിന്ദു മതത്തിൽ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ അവരെ സഹായിക്കും, തിരിച്ചവർ ഹിന്ദുക്കളാകുവാണെങ്കിൽ ഞാൻ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അവനാണ്ട് ഇങ്ങനെയൊക്കെ പിരിച്ച് അവനാണ്ട് മോഹൻലാൽ നമുക്കാർക്കും ഇതൊക്കെ അറിയാൻ പറ്റുന്നത്. ഇതിലും വലിയ കളം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെടുത്ത് ഇറങ്ങിയേക്കുന്നത്. എന്തും ആയിക്കോട്ടെ, അവനങ്ങ് ഭയങ്കര സ്റ്റാറായിട്ട് അങ്ങ് സംസാരിക്കുക. അവന് ചെയ്യാനുണ്ടെങ്കിൽ അവനങ്ങ് ചെയ്താൽ പോരെ. അവരെ സഹായിച്ചിട്ട് അവർ അവരോട് അവനിലുള്ള നന്മ അവരത് കാണും. കർത്താവ് യേശു അത്രേ പറഞ്ഞില്ല. യേശു ഇവിടെ മതം ഉണ്ടാക്കിയില്ല, ജാതി ഉണ്ടാക്കിയില്ല. ഇവിടെ മറ്റുള്ള ഇവരെ മതം മാറ്റുന്നതും യേശു ചെയ്തിട്ടില്ല. യേശു കുറേ നല്ല വചനങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, 2 പുതപ്പ് ഉള്ളവൻ ഒരു പുതപ്പില്ലാത്തവന് കൊടുക്കുക, അങ്ങനെ നിനക്കുള്ളതൊക്കെ നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക, ഒരു കർണത്തടിച്ചാൽ മറു കർണം കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞത്. വാളെടുക്കുന്നവൻ തിരിച്ച് പീരങ്കി അല്ല എടുക്കേണ്ട, അല്ലെ വാളിനെതിരെ തോക്കല്ല എടുക്കേണ്ട എന്നൊന്നും അല്ല പറഞ്ഞത്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും, അതായത് സമൂഹത്തിലെ നന്മ തിന്മ തെറ്റുകൾക്കെതിരെയും ഒക്കെയാണ് യേശു പറഞ്ഞത്. നിങ്ങൾ നല്ലതായിട്ട് ജീവിച്ചാൽ ഈ ഭൂമി തന്നെ സ്വർഗരാജ്യം ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് കർത്താവ് തീർച്ചയായിട്ടും ഇവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞത്. പിതാവ്, അതായത് ദൈവത്തിനെ ഈ ഭൂമിയിലേക്ക് യേശുവിനെ അയച്ചതാരാണോ ആ പിതാവ് ആഗ്രഹിക്കുന്നതും അതാണെന്നാണ് യേശു ഇവിടെ പറഞ്ഞത്. നിങ്ങളെല്ലാം കൂടെ ഇവിടെ ക്രിസ്തു മതം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ക്രിസ്തു ആരോടും പറഞ്ഞില്ല. നിങ്ങളിവിടെ ക്രിസ്ത്യാനികളാകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അവരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇത്രയും നാൾ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ഷോ എല്ലാം കൂടെ. അവനിപ്പോൾ അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ വേണേൽ കുറേ എന്തെങ്കിലുമൊക്കെ നേട്ടം കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും അവൻ വീണ്ടും ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ ക്രിസ്ത്യാനികളെ എടുത്തിട്ട് പറയുവാണെങ്കിൽ ബാക്കിയുള്ള മുസ്ലിങ്ങളെ പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും. മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും. ക്രിസ്ത്യാനികളെ കുറ്റം പറയുമ്പോൾ ഹിന്ദുക്കളുമായിട്ടുള്ളവരുടെ സപ്പോർട്ട് കിട്ടും. ഇതാണ് ഈ വർഗീയ വിഷക്കാരെല്ലാം ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ. ഇപ്പം നമ്മുടെയൊക്കെ പിതാക്കന്മാരെ, ഇപ്പോൾ ഈ ചിലക്കുന്നവന്മാരൊക്കെ പിതാക്കന്മാർ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവനൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യാം, എന്ത് വേണേലും പറയുകയും ചെയ്യാം. അവനൊന്നും കുഴപ്പമില്ല, അവനൊക്കെ ജീവിച്ചൂടെ മരിക്കും. വരുന്ന തലമുറയോ ഇതിൻ്റെ ദുരിതം അനുഭവിക്കും. വലിയ വിഷമാണ് ഇപ്പോൾ ഈ ഒഴിച്ചിട്ടിട്ട് പോകുന്നത്. അത് കുടിക്കാനുള്ള സമയം ഇവൻ്റെ നെക്സ്റ്റ് തലമുറ അതെടുത്ത് കുടിക്കാൻ പോകുന്നത്. അവരാ മരണപ്പെടുന്നത്. ഇവന് കുഴപ്പമില്ല, ഇവന് ഈ വിഷമെല്ലാം തുപ്പി 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 ഇവിടെ ഇങ്ങനെ നിറയ്ക്കുക. ഇവന്മാരെ പോലുള്ള എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുമതം, ക്രിസ്തുമതം, മുസ്ലിം മതത്തിലും ഉണ്ട്. ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് ഇത് പറയുന്നത്. യേശു ഇവിടെ ഒരു മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇവൻ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ മതി. പിന്നെ ഇവിടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇവിടെ ഒരു മതങ്ങളും ഇല്ലായിരുന്നു. എല്ലാം വന്നു കയറി ഉണ്ടാക്കിയവരാണ്. പിന്നെ SC/ST ആയ കുറച്ച് ആൾക്കാർ ലാസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മതത്തിലും പെടാതെ ഇവിടെ നിന്നവരായതുകൊണ്ട് അവരെ പല പല മതങ്ങളിലും പലതിലും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇപ്പോൾ കിടക്കുന്നതുകൊണ്ടും അവർക്കാണിപ്പം ഒരു രീതിയിലും ഇല്ലാത്ത അവരെ എല്ലാം കാട്ടുമരം നാട്ടുമരം എന്ന് പറയുന്ന രീതിയിലാക്കി കഴിഞ്ഞത്. നാട്ടുമരവും കാട്ടുമരം തമ്മിൽ വ്യത്യാസമില്ല. നാട്ടുമരത്തെ നോക്കാനും സംരക്ഷിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു പണ്ട് കാലത്ത് എല്ലാം. അത് ജാതിയിലെ മേൽത്തട്ടിലുള്ളവരെ ഏതാണ് നാട്ടുമരം എന്നല്ലെങ്കിൽ ഈ നാട്ടിൽ സംവരണ ആനുകൂല്യത്തിലൂടെ ഒക്കെ ആയത്. കാട്ടുമരം എന്ന് പറയുമ്പോൾ ഇവിടെ തളയ്ക്കപ്പെട്ട കുറച്ച് ജനവിഭാഗം ഉണ്ടായിരുന്നു. SC/ST എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. അവരെയൊക്കെയാണ് ഇത് വേണമെങ്കിൽ കാട്ടുമരമായിട്ട് ആരും ഉടയോനില്ല. ആർക്ക് വേണമെങ്കിലും കാട്ടിക്കയറാൻ വെട്ടിക്കൊണ്ട് പോകാം. ആ മരത്തെ വേണമെങ്കിൽ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ അവർക്ക് ഫർണിച്ചറായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവരാ മരത്തോട് എന്ത് ചെയ്യുന്നു, ആ മരം അവസാനം അതായി തീരും. കത്തിച്ച് പോകുന്നത് ചാരമായി തീരും. നല്ല കുത്തുപണി നല്ലൊരു ഫർണിച്ചർ എടുക്കുവാണെങ്കിൽ അത് അവൻ്റെ വീട്ടിൽ ഇരിക്കും. ഈ മതം മാറ്റാൻ വന്നവരല്ല ഇത് തന്നെ ഇവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ പല വിഭാഗങ്ങളിലായിപ്പോയത്.
ഇപ്പോൾ ഉള്ളവരൊക്കെ കാശും സാമ്പത്തികമൊക്കെയാണ്. ഇപ്പോൾ മറ്റുള്ള ക്രിസ്ത്യന്മാരും അല്ലെ മുസ്ലിങ്ങളിൽ ഹിന്ദുവിലും ഉയർന്നുള്ളവരൊന്നും ഞങ്ങളെപ്പോൾ ഉള്ളവരൊന്നും ഇപ്പോൾ മുന്നോട്ട് വന്നപ്പോഴത്തേനും കൂട്ടിച്ചേർക്കുന്നില്ല, അവർക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ബന്ധക്കോസുകാരെ പോലുള്ളവരൊക്കെ വന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ അതിലങ്ങ് ആകർഷമായി പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ കൂട്ടുപിടിക്കുന്നുള്ളൂ. ഏതാ അപ്പം തീർച്ചയായിട്ടും ഇതിന് സത്യം ഏതാണെന്ന് ഇവിടെ അറിയണം. അത് ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള ആൾക്കാർക്കെല്ലാം ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, ഇപ്പം പഴയ പോലൊന്നും അല്ല. അപ്പം കുറേ വിവരമൊക്കെ ആയപ്പോഴത്തേക്കിനും അവർക്ക് നല്ലതും മോശം എന്തെന്നും അറിയാം, ഇതിൻ്റെയൊക്കെ ഉൾക്കള്ളി എന്തെന്നും അറിയാം. ഇപ്പം പഴയ പോലെ എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല, ഈ മീഡിയ അല്ല ഇതുപോലൊക്കെ ഇറങ്ങിയുകൊണ്ട്. അപ്പോൾ ഈ പെന്തക്കോസുകാരെ ഒരിടത്തും സഹായിച്ചിട്ടില്ല. ഇങ്ങനെ പൈസ കൊടുത്തൊന്നും വരാൻ പറയില്ല. അവനോട് ഇഷ്ടം നല്ല മതം എന്ന് തോന്നുന്നു. അതായത് നിങ്ങൾ പോയി ആ കാട്ടിൽ പോയി ഒരു തടി ഉടയോനില്ലാത്ത ആ കാട്ടിൽ പോയി കാട്ടുമരത്തിൽ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തടി നിങ്ങൾ വെട്ടുന്നു, നിങ്ങളതിനെ തീയിട്ട് കളയുന്നു, ഫർണിച്ചർ പണിത നിൻ്റെ വീട്ടിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മരത്തിനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതുപോലെ ആ മരമായിത്തീരും. അതായിരുന്നു ഇവിടെ SST അവസ്ഥ. വേടനെ ഇപ്പം നിന്നെപ്പോലുള്ളവന്മാരൊക്കെ ചൊറിയെന്ന് ഞാൻ കേട്ടായിരുന്നു. നീ അന്ന് പറഞ്ഞ വേടൻ എല്ലാവരുടെയും ചട്ടുകമാണ്. എന്തും ആയിക്കോട്ടെ, ഇതാണ് ഇവിടുത്തെ SC ആൾക്കാരുടെ അവസ്ഥ. അപ്പോൾ അവരെ ആയിരിക്കും നീ കണ്ട ഇപ്പോൾ അതപ്പതിച്ച് കിടക്കുന്നത്. ഇല്ലെങ്കിൽ SC പോട്ടെ, സാമ്പത്തികപരമായിട്ട് പല ഉയർന്ന ജാതിയിലും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നല്ലവരായ ആൾക്കാർ വളരെയധികം ഉണ്ട്. അവർക്കും ഗതിയൊന്നുമില്ല, കൂലിപ്പണിയായിട്ട് ചെയ്ത് നടക്കുന്നവർ ഒരുപാട് ഉണ്ട് പല നാനാവിഭാഗത്തിലും. ഈ പൈസ ഇല്ലാത്തവരെ വേണം SC വിഭാഗത്തിൽ തന്നെ പെടുത്താം. അവരെ നിങ്ങളെല്ലാം അവഗണിച്ചെടുത്തുള്ളൂ. സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും ഒരു നേട്ടം. ഇപ്പം നീയും പറഞ്ഞതിനകത്ത് സമ്പത്ത് കൊടുത്താൽ എല്ലാവരും വശത്താക്കുന്നത് നീയും ഇപ്പം ഈ വർഗീയ വിഷം ചീറ്റുന്നത് നീയും പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടെ നിനക്ക് ചെയ്യാനുള്ള, നീ ചെയ്താൽ മതിയായിരുന്നു. അല്ലാതെ നീ അവിടെ അവരോട് പറയും നിങ്ങൾ ഹിന്ദുമതത്തിൽ തിരിച്ചു വന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം, അങ്ങനെ ഒരിക്കലും പറയരുത്. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്താൽ അവർ തീർച്ചയായിട്ടും നിന്നിൽ ആകർഷണം അവർ വരും. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്താണ് ശബരിമല. ഇപ്പം ശബരിമല എല്ലാ വർഷവും വരുന്നവരും വന്ന് തേങ്ങ ഉടച്ച് പല ജാതി വിഭാഗക്കാരും വരുന്നുണ്ട്. അവർ പോയിട്ട് ഇപ്പം ശബരിമല കോടികളുടെ വരുമാനമുണ്ട് എന്നും പറഞ്ഞ് അവർക്കിപ്പോൾ നാളെ ഒരു കാലത്ത് എന്തെങ്കിലും മേലാതായി കിടന്നെന്ന് ഇങ്ങനെ വന്ന് നാട്ടുകാരെല്ലാം അറിഞ്ഞെന്നും പറഞ്ഞ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് അവർക്കൂടെ ലക്ഷങ്ങൾ കൊടുക്കൂ, അല്ലെ കോടികൾ കൊടുക്കൂ? ആരെങ്കിലും കൊടുക്കില്ല. അതുപോലെ മക്കയിൽ പോകുന്നു, ആരെങ്കിലും കൊടുക്കൂ? അതുപോലെ പള്ളി തീർത്ഥാടനം ഇവിടുന്ന് വേളാങ്കണ്ണിക്കും അവിടെ ഇവിടെ എല്ലാം പോകുന്നുണ്ട്, എരുശലേമിലൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്ന ഒരു വിഹിതം അവിടെ വിശ്വാസിയാണെന്ന് പറഞ്ഞ് കൊടുക്കുമോ? അങ്ങനെ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അവനവനുണ്ടെങ്കിൽ അവനവനുണ്ട്. ഈ യേശു ക്രിസ്തു നീ ഉറുമ്പിനെ നോക്കി പഠിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിന്നെപ്പോലുള്ളവന്മാർ ഈ ഒരു സമയത്ത് ഇങ്ങനെ വർഗീയ വിഷയം ഇങ്ങനെ തുപ്പി വളരെയധികം ലൈക്കും ഷെയറും കിട്ടിയിട്ട് നിനക്ക് ചിലപ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ഈ വിഷം ഇങ്ങനെ ചീറ്റി വിടരുത് ഇപ്പം. കാരണം ഇവിടെ ഇത്രയും നാൾ മുസ്ലിങ്ങളുടെ പുറകെ വർഗീയ വിഷം തീറ്റി, ഇവിടെ ഹിന്ദു ഇപ്പം ക്രിസ്ത്യാനികളുടെ പുറകെ തീർന്നു. ഇപ്പം അവരെ ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ BJP വെട്ടിലായതുകൊണ്ട് ഇവരുടനെ താടി ബന്ധക്കോസുകാരെ പിടിക്കുക. പെന്തക്കോസുകാർ അന്നും ഇന്നും ഈ കർത്താവിൻ്റെ വചനം പറഞ്ഞ് നടന്നിട്ടുള്ള ആരെയും മതം മാറ്റില്ല. പിന്നെ കുറച്ച് പേർക്ക് ഇരുന്ന് ആരാധിക്കണം. നിങ്ങൾ തല്ലിയാൽ തല്ലുകൊള്ളും, നിങ്ങൾ തെറി പറഞ്ഞാൽ തെറി കേൾക്കും. ഞങ്ങൾ രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വർഗീയ വിഷം ചീറ്റുവോ രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നാടിനെതിരായിട്ടോ ഈ ബന്ധക്കോസുകാരെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കള്ളു കുടിക്കരുതെന്നും കഞ്ചാവ് വലിക്കരുതെന്നും നല്ലതായിട്ട് നടക്കണമെന്നും ജീവിക്കണമെന്നും നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ഒക്കെയാണ് പറയുന്നത്. പിന്നെ ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ കാണും. അതിൽ മനസ്സുള്ളവൻ സഹായിക്കും, അല്ലാത്തവൻ കണ്ടിട്ട് കാണാത്തവരെ പോലെ നടക്കും. ബന്ധക്കോസുകാർ ഇപ്പോൾ ആരും സഹായിക്കത്തൊന്നുമില്ല. ഏറ്റവും കൂടുതൽ സഹായിക്കാത്തത് ബന്ധക്കോസുകാർ തന്നെയാണ്. ബാക്കിയുള്ള മതവിഭാഗക്കാർ സഹായിക്കും. ബന്ധക്കോസുകാർ ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, സഹായമൊന്നുമില്ല. പക്ഷേ നമ്മൾ നോക്കുന്ന ക്രിസ്തുവിനെയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ 2000 മുമ്പ്, യേശു ജനിച്ചിട്ട് 2000 വർഷം, അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ നോഹയുടെ കാലഘട്ടം മുതൽ ഇവിടെ ഭൂമിയിൽ രണ്ടാമതൊരു ജീവാംശം നിലനിന്ന് നോഹയുടെ കാലഘട്ടത്തിന് പെട്ടകത്തിന് ഒരു വാതിലും ഉണ്ടായിരുന്നു, അതായിരുന്നു ക്രിസ്തു. തിരിച്ച് അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിനെ ദൈവത്തിന് വേണ്ടി ബലിയായിട്ട് കൊടുക്കാൻ വേണ്ടി അബ്രഹാം പോയപ്പോൾ, ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ എല്ലാം പിതാവാണ് അബ്രഹാം പിതാവ്, കൊടുത്തപ്പോൾ ഈ മകൻ ഇസഹാക്കിന് പകരം അവിടെ ഒരു ആട്ടിൻ കുട്ടിയെ ആ മുൾപ്പടർപ്പിൽ കൊമ്പ് കോർത്ത് കിടക്കുന്ന കണ്ട്. ആ ആട്ടിൻകുട്ടിയാണ് യേശു ക്രിസ്തു. മനസ്സിലായോ? മോശേനെ കിട്ടിയ വെളിപാടാണ് യേശു ക്രിസ്തു. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നമുക്ക്
ഏക വഴിയും സത്യവും യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. പണം നോക്കിയോ നോക്കി ഇതിനകത്ത് വന്നിട്ട് കാര്യമില്ല. ജാതിയോ മതമോ കുലമോ നോക്കി വന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? അത് നോക്കിപ്പോയൊരു പല പല വിഭാഗങ്ങളിലുണ്ട്. ഏതാ പണത്തിന് വേണ്ടിയും ജാതി മേൽക്കോയ്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരെ കൂട്ടുപിടിക്കാതെയൊക്കെ ഈ വെറും പറമ്പിലേതാ ഈ കാട്ടുമരമായിട്ട് നിൽക്കുന്നവർ ഇപ്പോൾ പല തട്ടിലായി, പല വീട്ടിലായി, പല വിഭാഗങ്ങളുടെ കൂട്ടത്തിലായിപ്പോയി. ഞങ്ങൾക്ക് ഉടയോനില്ല. ഇപ്പം പിന്നെ ഞങ്ങളുടെയൊക്കെ സംവരണം നേടിയെടുത്ത് ഇപ്പോൾ സംവരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി തന്ന് ഹിന്ദു എന്നൊരു ലേബൽ ഇട്ട് തന്നുകൊണ്ട് ഇപ്പം റവന്യൂ വകുപ്പുകാർ ഫോറസ്റ്റിനെ ഏറ്റെടുത്ത പോലെയും അല്ലെങ്കിൽ യുനെസ്കോ ഈ പറയുന്ന ഇവിടുത്തെ ഐക്യരാഷ്ട്ര സംഘടന മൊത്തം ഫോറസ്റ്റിനെ ഏറ്റെടുത്ത പോലെ ആയതെന്ന് പറയുന്നത് പോലെ ഇപ്പം ഈ ഹിന്ദു എന്നൊരു ലേബൽ തന്നേക്കുന്നതോട് SC ST എല്ലാം ഹിന്ദുക്കളുടെ അണ്ടർഗ്രൗണ്ടിലാണെന്ന് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നല്ലതിൻ്റെ പുറകെ അന്നും ഇന്നും എല്ലാ കാലവും എല്ലാ ജനവും പോകും. അപ്പം അങ്ങനെ ചിന്തിക്കുക. നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. അതിനകത്ത് വർഗീയപക്ഷം ദൈവത്തോർത്ത് പടച്ച് വിടരുത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.